ഹലോ ഗൈസ്, തൈരും വഴുതനങ്ങി നിങ്ങളെ കയ്യിലിരിപ്പുണ്ടോ? എന്നാൽ പിന്നെ ഷടപടി നമുക്കൊരു കറി റെഡിയാക്കി നോക്കിയാലോ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇച്ചിരി വഴുതനങ്ങ ആർക്കും വേണ്ടാതെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമുക്ക് വഴുതനങ്ങ കനം കുറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് അത് ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് മസാലയ്ക്കായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളം കൂടെ ചേർത്ത് മിക്സിലേക്ക് ഓരോ മുറിച്ച് വെച്ച പീസസും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കോട്ട് ചെയ്തെടുക്കാം മസാല. അതിനുശേഷം ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാനിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ഓയിൽ എടുത്തിട്ടുള്ളൂ ഞാൻ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം എടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ മസാല ചേർത്ത് വെച്ചിട്ടുള്ള ഓരോരോ വഴുതനങ്ങ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ എടുത്തുകൊണ്ട് മാത്രം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഓയിൽ അധികം എടുക്കുന്ന ആൾക്കാർക്ക് ജസ്റ്റ് അതന്നെ തിരിച്ച് മറിച്ചിട്ട് വേവിച്ച് കൊടുത്താൽ മതി. ഞാൻ ഓയിൽ കുറവായതുകൊണ്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. ഇതുപോലെ തന്നെ കുറച്ച് കടുകും ഉലുവയും ചെറിയ ജീരകവും കൂടെ പൊട്ടാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ 3 സാധനങ്ങൾ കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് സവാളയും കൂടെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് അധികം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി 2-3 വറ്റൽമുളകും കൂടി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കാര്യം സിമ്പിളാണ്. കുറച്ച് തൈര് എടുക്കുക. തൈരിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ അതിന് ആ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ തൈരിക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളിയുടെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങയുടെ ഓരോ പീസസും വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. എല്ലാവരും അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, ഈസിയാണ്, ഹെൽത്തിയാണ്.